ഹായ്, വെൽക്കം ബാക്ക് ടു മുഹബത്ത് ക കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള എഗ് കബാബ് ഉണ്ടാക്കാനാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ പുഴുങ്ങിയെടുത്ത് 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതവിടെ എല്ലാ കോഴിമുട്ടയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, ഒരു 500 ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഇത് നല്ലപോലെ തൊലി കളഞ്ഞ് ഇതേപോലെ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതെല്ലാം ഉടച്ചെടുത്ത് കഴിഞ്ഞു. ഇത് അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കണം. അതിന് ഒരു കടായി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായതിന് ശേഷം അല്പം ഓയിൽ ഒഴിക്കാം. രണ്ട് സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വാടി വരണം. ഇനി 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഇതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിയില പൊടിയായി അരിഞ്ഞതും 1 ടീസ്പൂൺ കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി നന്നായിട്ട് മസാലയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി നല്ലോണം ഉടഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 കപ്പ് റസ്ക് പൊടിയാണ്. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായി പരത്തി കൊടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയ ഒരു കോഴിമുട്ടയും വെച്ച് കബാബിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കണം. കട്ട് ചെയ്ത് മാറ്റിയ എല്ലാ കോഴിമുട്ടയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു ബൗളിലേക്ക് 2 കപ്പ് റസ്ക് പൊടിയാണ്. ഇനി ഒരു ബൗളെടുത്ത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കോഴിമുട്ടൻ്റെ മിക്സിയിലേക്ക് ഓരോന്നെടുത്തിട്ട് നന്നായിട്ട് മുക്കിയതിന് ശേഷം ഈ റസ്ക് പൊടിയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അങ്ങനെ ഓരോന്നും ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതവിടെ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിനായി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിനാവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഗോൾഡൻ കളറിലായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിടാം. അപ്പോൾ അതവിടെ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മുടെ
ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള അടിപൊളി എഗ് കബാബ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യാതെ പോകരുത്. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.